എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ മുട്ടയുടെ തൊണ്ട്. അത് വെച്ചിട്ട് നല്ലൊരു കാൽസ്യം റിച്ച് ആയിട്ടുള്ള അക്വേറിയത്തിലിടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്നെയിൽസിനും ഷ്രിംസിനൊക്കെ ആയിട്ടുള്ളൊരു ഫീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മീനുകൾക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ കാൽസ്യം കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുക. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിന് നല്ല വിലയുണ്ട് ആക്ച്വലി പൊടിച്ചത് വാങ്ങിക്കാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന തൊണ്ടുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ പ്ലാന്റിനും നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അക്വേറിയത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി പാത്രത്തിൽ വെള്ളത്തിലിട്ട് അതിനകത്ത് തൊലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലപോലെ വെടിപ്പാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. അപ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഫംഗസൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടും. അതായത് മുട്ടയുടെ അംശമൊക്കെ പോയി കിട്ടും. പിന്നെ ആ ഷെല്ല് മാത്രമായിട്ട് മാറും. അപ്പോൾ ഷെല്ല് മാത്രമാകുമ്പോൾ നല്ല കാൽസ്യത്തിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കട്ട്ലർ ഫിഷ് ബോൺ, അതായത് നമ്മുടെ കടൽനാക്ക് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽസ്യം കണ്ടൻറ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ അക്വേറിയങ്ങളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ എഫക്റ്റ് തന്നെ ഈ മുട്ടയുടെ തൊണ്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന പോലെ തിളച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെച്ച് ചൂടാറി എടുക്കണം. നല്ലോണം ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനെടുത്ത് തുടച്ച് നല്ലപോലെ പൊടിച്ച് നമുക്ക് അക്വേറിയത്തിലേക്ക് ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓവനിലൊന്ന് ചൂടാക്കുകയാണ്. അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. കാരണം മൈക്രോ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല എഫക്റ്റ് തന്നെ കിട്ടും. എന്നിട്ട് അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ പൊടിച്ച് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാനാണെങ്കിലും നമുക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ടാങ്കുകളിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് തീരുന്നതനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. നല്ലൊരു കാൽസ്യം കണ്ടൻറ്റാണ്.